പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യശ്രീ. ഞാൻ ഗോകുൽ രവി. ഇന്ന് മെയ് 6 ബുധനാഴ്ച, മേടം 23. ഗോകുൽ, ഇന്ന് പ്രധാനമായി മുഖ്യമന്ത്രി ആരെന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയായിരിക്കുമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഇലക്ഷൻ ഫലം വന്നതോടുകൂടി ഇനിയുള്ള ആകാംക്ഷ ആരാണ് UDFന്റെ മുഖ്യമന്ത്രി എന്നതാണ്. പേരുകൾ 3 ഉണ്ട് മുന്നിൽ. അതിൽ നിന്ന് ആരാണ് അതെ, ആ ചർച്ചയാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കും മലയാളികൾ ഏറെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. വിജയ് എങ്ങനെയാ മാജിക് നമ്പറിലേക്ക് എത്തും? 10 സീറ്റ് കൂടിയാണ് ഇനി വേണ്ടത്. ഏതൊക്കെ കക്ഷികൾ വിജയ്ക്കൊപ്പം കൂടും എന്നത് ഒരു ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഹോട്ടലുകൾ ഇന്ന് പണിമുടക്കിലാണ്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരൊക്കെ കരുതുക, ഓർത്തിരിക്കുക. 24 മണിക്കൂറാണ് അവരുടെ സമരം, പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അപ്പോൾ ഇതടക്കമുള്ള ഒരുപാട് വാർത്തകൾ, ഒരുപാട് വാർത്താ സാധ്യതകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ന്യൂസ് ബ്രേക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഗോകുൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആര് എന്നത് തീരുമാനിക്കുന്നതിനുള്ള വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. മുതിർന്ന നേതാക്കളായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ നേരിൽ കണ്ട് അഭിപ്രായം തേടും. നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നു. ഒപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനും. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ഇന്ന് രാത്രിയോടുകൂടി ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയാണ്. ഓരോ MLA-മാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു. എന്നാലും ഈ നടപടിക്രമങ്ങൾ എവിടെ കൊണ്ടും പൂർത്തിയാകില്ലല്ലോ അല്ലേ? ഗോകുൽ, സൂര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരക്കിട്ട ആലോചനകൾ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ഇന്ന് ഡൽഹിയിലെത്തും.